ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴിലൊക്കെ കണ്ടല്ലോ. സോ ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ ഒപ്പീനിയൻ അബൌട്ട് നീറ്റ് 2025. ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഐ എം നോട്ട് പക്ക എലിജിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല ഇതിനെപ്പറ്റി പറയാൻ. കാരണം ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ തിങ്ക് ഫസ്റ്റ് +2 കഴിഞ്ഞിട്ട് ഒന്ന് നീറ്റ് എഴുതി, ഒന്ന് കോച്ചിങ് ഒന്നും ഇല്ലാതെ ഒരു നീറ്റ് എഴുതി, പിന്നെ റിപ്പീറ്റ് ചെയ്തു, പിന്നെ റിപ്പീറ്റ് ചെയ്തു. ഈ 3 ചാൻസിലും എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റി ഓഫ് കോഴ്സ്. ബട്ട് അഡ്മിഷൻ കിട്ടാനുള്ള ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള മാർക്ക് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ഈ വട്ടത്തെ കട്ട് ഓഫ് ഇസ് ലൈക്ക് സോ ഹ്യൂജ്. അപ്പം എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി ഒന്ന് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ അതാണ് പരിപാടി നമ്മുടെ. കമ്പയറിങ് ടു 2025 നീറ്റ് വാസ് വെരി ഹാർഡ്. നമ്മളൊരു 2016 നീറ്റ് സ്റ്റാർട്ടായ ടൈമിലുള്ള ഒരു എക്സാം ഡിഫിക്കൽറ്റി ആയിരുന്നു ഈ എക്സാമിന്. അപ്പോൾ ഈ എക്സാം നമുക്ക് 2 പെർസ്പെക്റ്റീവ് എന്ന് ചിന്തിച്ചാൽ, നമ്മുടെ പ്രൊഫസേഴ്സിന് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ ഇടുന്നവർക്ക് നല്ലൊരു എക്സാമാണ്. ഒരു നല്ല അവർക്ക് നല്ല ഒരു ഗുഡ് ഒപ്പീനിയൻ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ട്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ കേസിൽ വരുമ്പം അവർക്ക് അത്രയ്ക്കൊരു സുഖം കാണില്ല. കാരണം ഇത്രയും നാൾ ഇപ്പം ഒരു 2021 അല്ലെങ്കിൽ 20 തൊട്ട് ഒരു 4-5 വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ നീറ്റ് അത്യാവശ്യം ഈസി ലെവലാണ്. അപ്പം ഈസി ലെവലാകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ടൈമിലൊക്കെ എന്ന് പറയുമ്പം 633 മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ 635 മാർക്ക് കിട്ടുന്ന ആൾക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടില്ല. അതായത് കഴിഞ്ഞ വർഷം ആണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് 633 മാർക്ക് കിട്ടിയിട്ട് അയാൾക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടിയിട്ടില്ല. കാരണം അത്രയും മാർക്ക് മേടിച്ചിട്ട് നമുക്കൊരു ഗവൺമെൻറ് സീറ്റില്ല കേരളത്തിൽ. ആൾ സെൽഫ് ഫിനാൻസിങ് പോലെ പകുതി പൈസയിലുള്ള ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അന്ന് അതിൻ്റെ മുമ്പത്തെ വർഷം എടുക്കുകയാണെങ്കിൽ അതിന് മുമ്പത്തെ വർഷം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് 2023 ഇത് നോക്കുവാണെങ്കിൽ 633 എൻ്റെ ഒരു ഫ്രണ്ടിന് കിട്ടിയത് 3rd ഓപ്ഷനിൽ കിട്ടിയതാണ് കൊല്ലം മെഡിക്കൽ കോളേജ്. അപ്പം അത്ര ഒരു വർഷം കൊണ്ട് നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് അപ്പം തന്നെ വന്നത്. അതേസമയം ഇപ്പോഴത്തെ 633 മാർക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കോളേജിൽ കിട്ടും. നല്ല റേറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ ടോപ്പ് കോളേജിലൊക്കെ കിട്ടാനുള്ള ഒരിതുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടികൾ ഇത്രയും നാളും പഠിച്ചതും അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ ഒക്കെ ഇതാക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് വന്ന് ഒറിജിനൽ എക്സാം പാടാക്കിയപ്പം അവർക്ക് ഭയങ്കര ഒരു എനിക്ക് തോന്നുന്നു മെൻ്റലി അത്യാവശ്യം നല്ല ബ്രേക്ക് ഡൗണായി കാണും. അപ്പം അതാണ് മെയിൻ ഒരു ഡിഫറൻസ്. ക്വസ്റ്റ്യൻ ഹാർഡാക്കി, പക്ഷേ ക്വസ്റ്റ്യൻ ഹാർഡാക്കി ഇറ്റ്സ് ആക്ച്വലി ഗുഡ് എന്ന് ഞാൻ പറയും. കാരണം കോമ്പറ്റീഷൻ കുറയും. നമുക്ക് അത്രയും ലെവലുള്ള ഒരു കോമ്പറ്റീഷൻ കിട്ടത്തില്ല. പണ്ടത്തെ ആൾക്കാർ എങ്ങനെയാണെന്നോ പഠിക്കുന്നത് അതുപോലെ നമ്മളിരുന്ന് പഠിക്കും. അപ്പോൾ എനിക്കൊന്ന് ഈ വട്ടം എല്ലാവർക്കും പറ്റിയ ഒരു ഇതൊന്നും മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഇയേഴ്സിലെ ട്രെൻഡ്സ് നോക്കിയിട്ട് ഈസി ക്വസ്റ്റ്യനാ വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അങ്ങനെയല്ല വന്നത്. ഭയങ്കര ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നത്. ഇപ്പം 648 ഫസ്റ്റ് വന്ന ഓൾ ഇന്ത്യ റാങ്ക്. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. അപ്പോൾ ഞാൻ പറയാൻ മതി, കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. എൻ്റെ കൺഗ്രാറ്റുലേഷൻ എവ്രി വൺ ആട്ടോ. നീറ്റ് എഴുതിയ എല്ലാവർക്കും എൻ്റെ കൺഗ്രാറ്റുലേഷൻസ്. കാരണം നിങ്ങൾ ആ ഒരു 3 മണിക്കൂർ സർവൈവ് ചെയ്താൽ ഇറ്റ്സ് ലൈക്ക് ഒരു വലിയൊരു കടമ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ആ 3 മണിക്കൂറിൽ നമ്മൾ ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തൂടെ പോകുന്ന ചിന്തകൾ, നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ എല്ലാ ഫാക്ടറും അഫക്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് ഈ നീറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ എത്രയൊക്കെ റിവിഷൻ ചെയ്തെന്ന് പറഞ്ഞാലും, ആ 3 മണിക്കൂറിൽ നമ്മുടെ മൈൻഡിൽ എന്താണോ വരുന്നത് അതേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന അവസാനത്തെ ഒരു പോയിന്റ്. മെൻ്റലായിട്ട് നമ്മൾ ഭയങ്കര പ്രിപ്പറേഷൻ വേണ്ട ഒരു സംഭവമാണ് ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇപ്പം കുറേ ആൾക്ക് അപ്പം കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. ഇന്ത്യയിലെ ടോപ്പ് 609 ലൈക്ക് 609 ആണ് മാർക്ക് എനിക്ക് തോന്നുന്നു. ആൻഡ് ബ്രില്യൻ്റാണ് ഫസ്റ്റ്. ആസ് യൂഷ്വൽ എപ്പോഴും ബ്രില്യൻ്റാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ ബ്രില്യൻ്റ് പാലയ്ക്കായിരിക്കും എപ്പോഴും ടോപ്പ് വരുന്നത്. പക്ഷേ ഈ വട്ടം നമ്മുടെ ബ്രില്യൻ്റ് കോഴിക്കോടുള്ള സെൻറ്ററിനാണ് ടോപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി, പാലേ പഠിച്ചോണ്ട് മാത്രം ടോപ്പ് ആവണമെന്നില്ല. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതാലും നമ്മൾ പഠിക്കും, നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നീറ്റ് ക്വാളിഫൈ ആവുന്ന തന്നെ വലിയ കാര്യം കേട്ടോ. സീരിയസ്ലി ഐ എം ടോക്കിംഗ്. നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ഇപ്പം MBBS എന്ന് പറയുന്നൊരു സാധനം ഇതിനേക്കാളും ഹാർഡാണ്. ഇപ്പം നീറ്റ് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് പഠിക്കുന്നു അതിൻ്റെ ഒരു ഡബിൾ ട്രിപ്പിൾ എഫേർട്ട് വേണം ഈ MBBS എന്ന് പറയുന്ന സാധനം പഠിക്കാൻ തന്നെ. അതിലും
പിന്നെയും ഒരു ട്രബിൾ ഇത് വേണം, ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പം കുറേ കുട്ടികൾക്ക് ഒരു ഇതുണ്ട്, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈസി പീസി ജോബാണ്. ഒരിക്കലും അല്ല. നമ്മളുടെ ഫാമിലി ടൈം നമ്മൾ മാറ്റിവെക്കും. നമുക്കെപ്പോഴും അഡ്രിനാലിൻ റഷ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്, കാരണം നമ്മൾ ഒരാളെ സേവ് ചെയ്യാണ്. കുറേ പേരൊക്കെ എനിക്കറിയാം പേരൻസ് ഫോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിയർ പ്രഷർ കാരണം ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ടൈമും കൂടിയാണ് ഈ വട്ടത്തെ നീറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമോ. നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ചാൽ മതി, നിങ്ങളെ കൊണ്ട് പറ്റുമോ. അതായത് ലൈഫ് ലോങ് നിങ്ങൾ എടുക്കുന്ന ഒരു കരിയറാണ് MBBS. അപ്പോൾ ഈ MBBS നിങ്ങളെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫിൽ ഒരിക്കലും റിഗ്രറ്റ് വരരുത് നിങ്ങൾ ഈ ഒരു ഫീൽഡ് എടുത്തിട്ട്. നമ്മൾ ഇപ്പോൾ ഒരു MBBS സീറ്റ് ഇന്ത്യയിൽ എടുക്കുകയെന്ന് വെച്ചാൽ ഇത് കുറേ ആഗ്രഹമുള്ള കുട്ടികളുടെ ഒരു സീറ്റാണ് നമ്മൾ കൈക്കലാക്കി വെക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പാത്ത് റീഡയറക്റ്റായി പോയാൽ വേറൊരു ഡയറക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് സീറ്റ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ ചെറുതായിട്ട് വെക്കുക. കാരണം ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് MBBS എടുത്തിട്ട്, നല്ല ടോപ്പ് കോളേജിൽ നിന്നൊക്കെ MBBS എടുത്തിട്ട് പോലും അവർ ഡോക്ടർ എന്ന ഫീൽഡ് മാറി വേറെ ഫീൽഡിലോട്ട് ഡൈവേർട്ടായി പോകുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പം. അത് എന്തോ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഒരു ടൈമിൽ കുറേ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു സീറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതായത് കുറേ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക. ഇപ്പം പറയാനുള്ളത്, നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു നീറ്റ് ക്രാക്ക് ചെയ്ത് പോകുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡ് പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം നീറ്റ് ഹാർഡ് ആക്കുമ്പോൾ നമുക്കൊരു റിപ്പീറ്റ് ചെയ്തിട്ടേ ഒരു ഇത് കിട്ടത്തുള്ളൂ, സീറ്റ് ഒരു അവൈലബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ പ്രഷർ അനുഭവപ്പെടും. എങ്ങനെയാണ് നമ്മൾ ഒരു MBBS പഠിക്കാൻ പോകുന്നത് എന്നൊരു സംഭവം ആ ഒരു വർഷം നമ്മൾ സർവൈവ് ചെയ്താൽ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഒരു നീറ്റ് അല്ലെങ്കിൽ MBBS എന്ന് പറഞ്ഞ ജോലി നമുക്ക് എടുക്കാനൊക്കെ ഒരു സ്ട്രെങ്ത് അവിടെ നിന്നായിരിക്കും കിട്ടുന്നത്. കാരണം MBBS എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉറക്കം ഉളച്ചിരുന്ന് പഠിക്കുന്ന സമയങ്ങൾ വരും, ഉറക്കം ഉളച്ച് ഡ്യൂട്ടി ചെയ്യേണ്ട സമയങ്ങൾ വരും. അതൊക്കെ നമ്മൾ ഈ നീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയും അതിനൊന്ന് അഡാപ്റ്റ് ആവും. അപ്പോൾ എന്തുകൊണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നല്ലതായിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എടുക്കുന്ന കുട്ടികൾ, ഇപ്പം 6th അല്ലെങ്കിൽ 8th തൊട്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എടുക്കുന്നവർ, അവരും ഈ 8th തൊട്ടേ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറയുമ്പം സാധാ പഠിത്തത്തിൻ്റെ കൂടെ എക്സ്ട്രാ എഫേർട്ട് എടുത്താണ് പഠിക്കുന്നത്. അപ്പോൾ നീറ്റ് പ്രിപ്പറേഷനിൽ ഒരു വലിയൊരു ഇത് തന്നെയാണ്. ഈ നീറ്റ് ക്രാക്ക് ചെയ്യാത്ത പിള്ളേർ അല്ലെങ്കിൽ കുട്ടികൾ, നിങ്ങൾ ഒരിക്കലും വിഷമിക്കല്ല്. കാരണം എന്തോരം നീറ്റിൻ്റെ ഒരു കോമ്പറ്റീഷൻ, എത്രയോ ലക്ഷം കുട്ടികളിൽ നിന്നും വെറും 1000-1500 സീറ്റ് മാത്രമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പം ആ 1000-1500 സീറ്റിന് വേണ്ടി മത്സരിക്കുന്നത് കുറേ കുട്ടികളാണ്. എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 20 lakhs ഒക്കെ കുട്ടികൾ മത്സരിക്കുമായിരിക്കും. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ലൈക്ക് ഇങ്ങനെ പറയല്ലോ, അവൾക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അതൊക്കെ ഓരോരുത്തരുടെ വിദ്യയാണ്. ഒന്നാമത്തെ കാര്യം, അതൊക്കെ ഓരോരുത്തരുടെ വിദ്യയാണ്. നിങ്ങൾ ഒരിക്കലും തളർന്നു പോകല്. ഇപ്പം നാട്ടിൽ കുറേ ആൾക്കാർ കാണും, അല്ലെങ്കിൽ കസിൻസ് കാണും, അല്ലെങ്കിൽ ഫാമിലി ആൾക്കാരുണ്ട്. എന്താ മോൾ ഇത്രയും പഠിച്ചിട്ടും കിട്ടിയില്ലേ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് കാണും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോലും. നമുക്ക് വേണ്ടത് ഇപ്പം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇപ്പം വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ, നല്ലപോലെ ആലോചിച്ചു. ഇപ്പം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട്, ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യാമെന്നെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു വർഷം കൂടി റിപ്പീറ്റിന് പോകാൻ തന്നെ ഞാൻ പറയത്തുള്ളൂ. അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടേത്. മുതലേ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ഈ ഒരു ഫീൽഡ് കാണുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഒരു റിപ്പീറ്റ് കൂടി ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. അല്ലാതെ ഇപ്പം ഒരു കൺഫ്യൂഷനുണ്ട്, എന്നെക്കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ വേറെ കോഴ്സ് എടുക്കണോ, എനിക്ക് വേറൊരു കോഴ്സിനോട് താല്പര്യമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേറെ ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ഡിവൈൻ ഫീൽഡാണെങ്കിലും ദർ ഈസ് സോ മെനി ഫീൽഡ്, കുറേ നല്ല നല്ല ഫീൽഡുണ്ട്, അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്കതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നിങ്ങളതെല്ലാം നോക്കുക. ഇപ്പം ഡോക്ടറായാലും മാത്രം ജീവിക്കാൻ പറ്റും അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് എന്ത് കോഴ്സ് എടുത്താലും അല്ലെങ്കിൽ എന്തൊരു കരിയർ ഫീൽഡിലോട്ട് പോയാലും എല്ലാം നല്ല കരിയർ ഫീൽഡ് തന്നെയാണ് വരുന്നത്. അപ്പം നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. ഒരിക്കലും വിചാരിക്കില്ല നീറ്റ് എൻഡ് ഓഫ് മൈ ലൈഫാണ്, അങ്ങനെ ഒന്നുമില്ല. നീറ്റ് എന്താ ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അപ്പം നിങ്ങൾ ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ്, അല്ലെങ്കിൽ എനിക്ക് ഇനി ഇതിനെ കൊണ്ടൊന്നും പറ്റത്തില്ല, എനിക്ക് എന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു കാര്യത്തിൽ. പിന്നെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, എനിക്ക് 10ൽ ഫുൾ A+ ഉണ്ടായിരുന്നു, +2ൽ ഫുൾ A+ ഉണ്ടായിരുന്നു, നീറ്റിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, എന്തുകൊണ്ട് എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ? നീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പാടുള്ള എക്സാമാണ്. നോർമൽ 10th 12th എക്സാം പോലല്ല, ഭയങ്കര പാടാണ് ആ എക്സാം. അത് നിങ്ങൾ മനസ്സിലാക്കണം.
അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പഠിക്കുന്ന എബ്രോഡ് MBBS ആണ്. അപ്പോൾ ഞാൻ ഒരിക്കലും എല്ലാവരോടും ഇങ്ങോട്ട് കയറുക എന്നൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ചോയ്സസ് ആണ്. നിങ്ങൾക്കിപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ ചില കുട്ടികൾക്ക് മെൻ്റലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, ആ മെൻ്റൽ ഫറ്റീഗ് അല്ലെങ്കിൽ ആ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഒന്ന് ഓവർകം ചെയ്യാവുന്ന ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഓപ്ഷൻസ് നോക്കി. ഇപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എബ്രോഡും ഒരു ഓപ്ഷനാണ്, പക്ഷേ അത് നിങ്ങൾ ഫുള്ളി റിലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിചാരിക്കില്ല ഞാൻ എബ്രോഡ് പഠിക്കുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളെല്ലാം ഇങ്ങോട്ടോ കയറി വാ എന്ന് പറയാൻ അതെനിക്കിഷ്ടമല്ല. അത് ഞാൻ പറയത്തുമില്ല. കാരണം MBBS എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും കൂടി എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സല്ല. ഞാൻ ഒരു മനസ്സിലാക്കി വെച്ച് MBBS എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പാടുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും വേണ്ട ഒരു ഫീൽഡാണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ഒരു 6 വർഷം അല്ലെങ്കിൽ 5.5 വർഷം പഠിക്കുന്ന ടൈമിൽ ഡെഡിക്കേഷൻ വേണം. ഇത് പഠിച്ച് കഴിഞ്ഞ് നമ്മൾ ത്രൂ ഔട്ട് ലൈഫിൽ എടുക്കുന്ന ഒരു കരിയർ പാത്താണ്. അതിന് നല്ലപോലെ നമുക്ക് ടൈമും ഇതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമായിരിക്കില്ല. കാരണം നിങ്ങൾ കുറേ കുട്ടികളൊക്കെ വിചാരിക്കും ഓക്കെ MBBS എന്ന് പറയുന്നത് കുറേ പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. MBBS എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഇതാണ്, ഭയങ്കര റെസ്പെക്റ്റ് കിട്ടും, ഭയങ്കര ക്യാഷ് കിട്ടും. ഇതിൻ്റെ ഒക്കെ പുറകെ നമ്മൾ ഇടുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എഫേർട്ടാണ്. ഇപ്പം നമുക്ക് ചിലപ്പോൾ 36 അവർ ഓൺ കോൾ ഡ്യൂട്ടി കാണും, 24 അവർ ഓൺ കോൾ ഡ്യൂട്ടി കാണും, 48 അവർ, അങ്ങനെ ഒരു ബ്രേക്കും ഇല്ലാതെ നമുക്ക് ഇത്രയും ഷിഫ്റ്റൊക്കെ ചെയ്യേണ്ടി വരും. നൈറ്റ് ഷിഫ്റ്റ് കൂടുതൽ ചെയ്യേണ്ടി വരും. ERലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു അഡ്രിനാലിൻ റഷാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം എൻ്റെ കേസിൽ എനിക്ക് ഈ അഡ്രിനാലിൻ റഷ് ഇഷ്ടമാണ്. എന്നെക്കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ എനിക്ക് ഇനിയൊരു റിപ്പീറ്റിനും കൂടി എൻ്റെ മൈൻഡ് അല്ലെങ്കിൽ ഇനിയൊരു റിപ്പീറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ടോട്ടലി ബ്രേക്ക് ഡൗൺ ആവും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ മാത്രം എൻ്റെ ലാസ്റ്റ് ചോയ്സായിട്ട് എടുത്ത ആണ് ഈ എബ്രോഡ് MBBS. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് കുറച്ചും കൂടി ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തേനെ. പിന്നെ അപ്പോൾ അതെനിക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ റിപ്പീറ്റിൻ്റെ സമയത്തിന് അത്യാവശ്യം നല്ലപോലെ എൻ്റെ 100% എടുത്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് പറ്റിയില്ല. അൺഫോർച്ചുനേറ്റ്ലി അതിന് ഞാൻ ആരെയും നമുക്ക് നമ്മളെ തന്നെ കുറ്റം വെക്കാനും പറ്റത്തില്ല ഒരിക്കലും. കാരണം നമ്മൾ നമ്മുടെ 100% എടുത്തു. പിന്നെ എന്നെ റിപ്പീറ്റ് ചെയ്യുന്നപ്പോൾ ഇപ്പോൾ കുറച്ച് കുട്ടികൾക്ക് പറയത്തില്ല ഓക്കെ ഞാൻ എൻ്റെ ഒരു 50% ഈ വട്ടം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അടുത്ത വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു ചാൻസിൽ നിങ്ങൾ വന്ന് പറയരുത് നിങ്ങൾ 50% എടുത്തുള്ളൂ അല്ലെങ്കിൽ 60%. ഇനി പോകുന്ന കുട്ടികൾ നിങ്ങൾ 100% തന്നെ എടുക്കുക, മാക്സിമം പഠിക്കുക, ഫുൾ ഒരു അതിനുവേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക എന്ന് ഞാൻ പറയും. ഇനി ഒരിക്കലും നമുക്കൊരു റിഗ്രറ്റ് തോന്നാൻ പാടില്ല. നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്താലും നിങ്ങൾക്ക് ഒരിക്കലും അത് റിഗ്രറ്റ് ആവാൻ പാടില്ല. അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇല്ലേ കുറേ കുട്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടത്തോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ കുറേ ഒരു 5, 6, 7 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാം എഴുതുന്ന കുറേ കുട്ടികളുണ്ട്. അവരുടെയൊക്കെ ബ്രേവ്നെസ് ഓഫ് കോഴ്സ് നമ്മൾ ആലോചിക്കണം. കാരണം അവർ അത്രയ്ക്കും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഐഡിയോളജി വെച്ചിട്ട് നിങ്ങൾ എന്തോരം പാഷനേറ്റഡ് ആണോ അത്രയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഒരിക്കലും നീറ്റിന് അല്ലെങ്കിൽ MBBSന് ജോയിൻ ചെയ്യാൻ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല. ഇപ്പം നിങ്ങൾ എയിംസ് പൂന അല്ലെങ്കിൽ എയിംസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ 26, 27 ഏജുള്ള ആൾക്കാർ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നതാണ്. കാരണം അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി മാത്രം പഠിച്ച് എടുത്ത് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഏജ് കൂടുന്നു അതിന് സ്ട്രെസ് ആവേണ്ട ഒരു കാര്യമില്ല. എത്ര ഏജ് കൂടിയാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ലൈഫ് ജീവിക്കുമ്പോഴേ നമുക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഏജ് കൂടുന്നു വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡ് തിരഞ്ഞെടുത്തിട്ട് ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ കുറച്ച് ഏജായി പോയി കുഴപ്പമില്ല, ഏജല്ലേ, ഏജ് ജസ്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന പോലെ ഏജല്ലേ. അപ്പോൾ അതിന് കുറച്ച് ഏജായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത്. പിന്നെ ഇപ്പം ഈ വീഡിയോ ഏതെങ്കിലും പേരൻസ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ കമ്പയർ ചെയ്ത് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മക്കൾക്ക് ക്രാക്ക് ചെയ്ത് കാണും അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സ് ക്രാക്ക് ചെയ്ത് കാണും, നിങ്ങളുടെ കുട്ടികൾ ക്രാക്ക് ചെയ്ത് കാണത്തില്ല. അതൊരിക്കലും അവരുടെ കഴിവുകേടല്ല. ഇറ്റ്സ് ഓൾ ഹാപ്പൻ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. നമ്മളൊരു കോമ്പറ്റീഷൻ, ഒരു റണ്ണിങ് കോമ്പറ്റീഷൻ എടുക്കുമ്പം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 സ്ഥാനം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് പങ്കെടുക്കുന്ന കുട്ടികൾ ഒരിക്കലും ഒരു ഇതില്ലാത്ത ഓടാൻ കഴിവില്ലാത്ത ആൾക്കാരല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോൾ ഇത്രയും ആൾക്കാർക്ക് വെറും 1000, 1500 സീറ്റാണുള്ളത്. അപ്പോൾ അതിൽ നിങ്ങളുടെ കുട്ടി വന്നില്ല എങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാൻ കഴിവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മേ ബി ചിലപ്പോൾ ആ കുട്ടി ഒന്നും കൂടി ചെയ്താൽ അതിന്
നല്ല മാർക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അത് വേറൊരു ഫീൽഡ് എടുത്താൽ അത് നല്ലപോലെ എക്സൽ ചെയ്യുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക കുട്ടികളെ. മാർക്ക് കുറവോ കൂടുതലോ എന്തായാലും അവർക്ക് സപ്പോർട്ട് തന്നെയാണ് ഇപ്പം വേണ്ടത്. ഇപ്പം നിങ്ങളിപ്പം കുറച്ച് ഇപ്പം അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല, എന്നാലും ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും ചില ആൾക്കാരൊക്കെ ഉണ്ട് കുട്ടികളോട് മിണ്ടായിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ദേഷ്യം കാണിക്കുക. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളും കൂടി ആ കുട്ടീനെ ആക്ച്വലി കുറച്ച് പ്രഷർ, അത് ഒന്നാമതേ അത് മനസ്സ് തകർന്നായിരിക്കും ഇരിക്കുന്നത്, നല്ലപോലെ മനസ്സ് തകർന്നിരിക്കുന്നത്. കാരണം നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹമുണ്ട് അതിനും ഇത് ക്രാക്ക് ചെയ്തെടുക്കണം. അൺഫോർച്യുനേറ്റ്ലി അതിന് പറ്റിയില്ല. അതിനൊരിക്കലും നമുക്ക് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം അതിനെന്താണോ ഇഷ്ടമുള്ളത് ഫുഡ്, എന്തായാലും പേരൻസിന് അറിയാമല്ലോ, അതൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ട് ഫെയിലിയറും ആഘോഷിക്കുക. സക്സസ് മാത്രം ആഘോഷിക്കാനുള്ള ഒരു ലൈഫിൽ സക്സസ് മാത്രമല്ല സെലിബ്രേറ്റ് ആണ്, നമ്മൾ ഫെയിലിയർ സെലിബ്രേറ്റ് ചെയ്യണം. ഫെയിലിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എൻഡ് ഓഫ് ദ ലൈഫ് അല്ല, നിങ്ങൾക്ക് ഒരു ചാൻസും കൂടി കിട്ടുക ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് വേണം എടുക്കാൻ വേണ്ടി. അപ്പോൾ പേരൻസ് ഓഫ് കോഴ്സ് നിങ്ങളുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. പേരൻസ് ആയാലും ഇപ്പം ആൻറ്റിമാരായാലും നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും കുട്ടിക്ക് ഇപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അതിനെ കുത്തി എന്താ നീ ഇത്രയും പഠിച്ചില്ലേ, നീ അവിടെ പോയി പഠിച്ചില്ലേ, ഇവിടെ പോയി പഠിച്ചില്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനേക്കാൾ എന്ത് നല്ലതാണ് മോളെ, ആ പോട്ടെ സാരിയില്ല, അടുത്ത വട്ടം നമുക്ക് മേടിക്കാം. അല്ലെങ്കിൽ അവരോട് പറയാം ഇതൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് മനസ്സിനൊരു സമാധാനമാണ്. അല്ലാതെ ഈ മറ്റേ ആളിക്കത്തുന്ന ഫയറിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചിട്ടുള്ള പരിപാടി നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ സിറ്റുവേഷൻ. ഇപ്പം പേരൻസ് ആണെങ്കിൽ പേരൻ്റ് തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ടൈമിൽ എന്തോരം ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേസിൽ കൂടെയാണ് നിങ്ങൾ കടന്നു വന്നത്. ഇപ്പം മെൻ്റൽ പ്രഷർ ആയാലും അതിൽ കുറച്ചും കൂടി കൂടുതലാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. കാരണം പിയർ പ്രഷറും ഈ ഫാമിലി പ്രഷർ എന്നും പറയുന്നത് നമ്മൾ വിചാരിക്കും അത് ചെറിയ കാര്യമാണ്, കുട്ടികൾക്ക് അത് മാനേജ് ചെയ്യാം. ഒരിക്കലും ഇല്ല കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ കുട്ടികൾ ഭയങ്കര ലോല ഹൃദയ കുട്ടികളാണ്. അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആഗ്രഹിക്കുന്ന ഫാമിലിയിൽ നിന്നാണ്. നമ്മുടെ ഫാമിലി നമ്മുടെ കുട്ടികളെ, അതായത് സ്വന്തം ഫാമിലി ഒരു കുട്ടീനെ, ആ ഫാമിലിയിലുള്ള ഒരു വ്യക്തിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആര് സപ്പോർട്ട് ചെയ്യും? വേറെ ആരുമില്ല അതിനെ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ പേരൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ പേരൻസിൽ നിന്ന് അതിനൊരു നല്ല സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ വേറെ ആരിൽ നിന്ന് അതിന് കിട്ടും? അപ്പോഴാണ് ഈ കുട്ടികൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കുറച്ചൊരു ആ കുട്ടീൻ്റെ അടുത്ത് വിളിച്ചിരുത്തി ഈ നീറ്റിനെ കുറിച്ച് അങ്ങ് മറന്നിട്ട് സാധാ പോലെ സംസാരിക്കാം. അങ്ങനെ കുറച്ച് നാൾ സംസാരിച്ച് പതുക്കെ അതിനോട് ചോദിക്കുന്നത് എന്താണ് അതിൻ്റെ അഭിപ്രായം. അതാണ് നല്ലൊരു പേരൻറ്റിങ്ങിൻ്റെ ഗുണം തന്നെ. ചുമ്മാതെ അതിനോട് മിണ്ടാതിരുന്ന് അതിന് ഫുഡ് കൊടുക്കും, എന്നാലും മിണ്ടാതിരുന്ന് ദേഷ്യത്തിൽ നോക്കി ഒരിടത്തും കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ നിന്നെ പുറത്തിറക്കുന്ന നാണക്കേടാണ്. ഒന്നാമത് ഈ കുട്ടി പുറത്തിറങ്ങുമ്പം അതിന് 100 ചോദ്യങ്ങളായിരിക്കും. ഇപ്പം എത്രയൊക്കെ മോഡേണൈസ്ഡ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞാലും ആൾക്കാർക്കിഷ്ടം നമ്മൾ ഫെയിൽ ആവുന്നതാണ് അല്ലേ? ഒരിക്കലും ആൾക്കാർക്ക് അങ്ങനെ ഭയങ്കര ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഭയങ്കര സക്സസ് ആയിക്കോണം. ബാക്കി എല്ലാവർക്കും നമ്മൾ ഫെയിൽ ആവുന്നത് തന്നെയാണ് കാണേണ്ടത്. അപ്പം നിങ്ങളൊരു ബ്രേവ്നെസ് എടുത്ത് ആ കുഞ്ഞോട് ഇതൊക്കെ നോർമൽ തിങ്. എത്രയോ കുട്ടികൾ അപ്പിയർ ചെയ്യുന്ന ഒരു എക്സാമാണ്. അതിൽ മോക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഒന്നെങ്കിൽ മോക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യണം, നമുക്ക് ട്രൈ ചെയ്യാം. മോക്ക് വേറെ ഫീൽഡ് എടുക്കാം. അങ്ങനെ പറയുന്നവരാണ്. അങ്ങനെ ഒരു സപ്പോർട്ടാണ് ആ കുട്ടിക്ക് ഇപ്പോൾ വേണ്ടത്. അത് നിങ്ങൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റാതിരിക്കും. എനിക്കറിയാം പേരൻസിനും വിഷമം കാണും. അവരുടെ മക്കളെ ഇന്ന പൊസിഷനിൽ എത്തിക്കാനാണ് മാക്സിമം എല്ലാ പേരൻസും നോക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവ് കൂടി ചിന്തിക്കുക. ഒരിക്കലും ആ കുട്ടിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ടീച്ചേഴ്സ് ആയാലും പേരൻസ് ആയാലും സിബ്ലിങ്സ് ആയാലും. ഇപ്പോൾ ചില സിബ്ലിങ്സൊക്കെ ഓൾറെഡി അവർ ഡോക്ടേഴ്സായി കാണും. അപ്പം അവരുടെ അനിയത്തി ആയിരിക്കും അടുത്ത അവരുടെ ഒരു കണ്ണിൽ ഡോക്ടർ. അതിന് ആവാൻ പറ്റിയില്ലെങ്കിൽ അതിനോട് പറയും ഇറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പമില്ല, ഒന്നുകൂടി ചാൻസ് ഉണ്ട് നിനക്ക്, വേറെ കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം അതിൻ്റെ എൻഡ് ഓഫ് ദ ലൈഫ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആ ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പ്ലീസ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പോയി പിള്ളേരെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഞാൻ ചെറിയ സ്റ്റോറി പോലെ പറഞ്ഞുതരാം. എനിക്ക് നീറ്റ് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ കിട്ടും എന്നൊക്കെ. അപ്പോൾ ഈ റിസൾട്ട് വന്നതിന് ശേഷം ഞാനൊരു കണ്ടിന്യൂസ് ഒരു 1 വീക്ക് കരഞ്ഞു. റൂമിലിരുന്നിട്ട് 1 വീക്ക് ഫുള്ള് കരഞ്ഞു. അപ്പം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്നോടൊന്നും ചോദിച്ചില്ല. അതായത് ഞാൻ മാർക്ക് കാണിച്ചു പറഞ്ഞു ഓക്കെ. അവരെന്നോടൊന്നും
എന്തുകൊണ്ട് ചെയ്തില്ല അങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എൻ്റെ ഫാമിലി അങ്ങനെയല്ലായിരുന്നു. എൻ്റെ ഫാമിലി ഇപ്പോൾ മാർക്ക് കുറഞ്ഞാൽ കുറച്ച് സീനാക്കുന്നതാണ് എൻ്റെ അമ്മ. പക്ഷെ അമ്മ വെരി കാം. അമ്മ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിക്കി ഞാൻ എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഡിപ്രഷനോട്ട് പോവുമോ. അപ്പം പിന്നെ ഇപ്പം ആ ഒരു ടൈമിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫാമിലി തന്നെയാണെന്ന് ഞാൻ പറയാം. ആ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല. കുത്തിയുള്ളൊരു ക്വസ്റ്റ്യൻ എവിടെ നിന്നും എനിക്ക് കേൾക്കേണ്ടി വന്നില്ല. ഓഫ് കോഴ്സ് കേൾക്കേണ്ടി വന്നു ഇൻസ്റ്റഗ്രാമിൽ. എന്ന് വെച്ചാൽ എൻ്റെ പണ്ടത്തെ ഫ്രണ്ട്സൊക്കെ 10ലൊക്കെ പഠിക്കുന്ന ആൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ 2 വട്ടം എഴുതിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് വട്ടം ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പരിപാടി. അപ്പോൾ ഞാൻ നീറ്റ് എഴുതുക. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി പോയി. നെക്സ്റ്റ് ഇയർ റിസൾട്ട് വന്ന ദിവസം എന്തായി നീറ്റ് ക്രാക്ക് ചെയ്തു. ഞാനപ്പോൾ ഞെട്ടിപ്പോയി. അതുവരെ ഒരു കോൺവെർസേഷൻ പോലും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല ക്രാക്കായില്ല. ഓക്കെ ബൈ, കഴിഞ്ഞു, അവിടെ പരിപാടി കഴിഞ്ഞു. അപ്പം എനിക്കറിയത്തില്ല, എനിക്കിപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. കാരണം നമ്മുടെ ഒരു സ്കൂൾ ടൈമിൽ ഞാൻ അങ്ങനെ കമ്പനിയുള്ള ഒരാളും അല്ലായിരുന്നു. അത് ഞാൻ സോഷ്യൽ ആൻസൈറ്റിയാണ് എനിക്ക്. കാരണം ഞാൻ ആര് ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല. ഇപ്പം വീട്ടിലെന്തെങ്കിലും ഫങ്ഷൻ വന്നാൽ ഞാൻ എവിടെയും പോകത്തില്ലായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഒളിച്ചോടി എന്ന് തന്നെ പറയാം. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞാൽ കുറേ കാര്യത്തിൽ ഞാൻ ഒളിച്ചോടി. ഇപ്പം എൻ്റെ സ്വന്തം ക്ലോസ് കസിൻസിൻ്റെ വീട്ടിൽ പോലും ഞാൻ പോകത്തില്ല, എന്നീ ക്വസ്റ്റ്യൻസൊക്കെ പേടിച്ചിട്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അല്ലെങ്കിൽ അമ്മയോട് ഒരുമിച്ച് വന്നിട്ട് ചോദിച്ചു, എത്ര നാൾ നമ്മളിങ്ങനെ ഒളിച്ചോടും ഒരു കാര്യത്തിൽ നിന്ന്? നിനക്ക് നീറ്റ് എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇറ്റ്സ് ഓക്കെ. എനിക്കും അമ്മക്കും ഒരു പ്രശ്നവുമില്ല. നീ എത്ര നാൾ ഈ ആൾക്കാരെ പേടിച്ച് ജീവിക്കും? ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് ബോൾഡായിട്ട് ആൾക്കാരോട് റെസ്പോണ്ട് ചെയ്യുക. ഇല്ല എനിക്ക് നീറ്റ് കിട്ടിയില്ല, അടുത്തോട്ട് ഞാൻ എന്തെങ്കിലും ട്രൈ അല്ലെങ്കിൽ ഞാൻ ഇതിന് പോവുക എന്ന് നമ്മൾ സ്വയം ഒരു ബോൾഡായിട്ട് നമ്മൾ ആ സൊസൈറ്റിയോട് പറയുമ്പം തിരിച്ചുള്ള ക്വസ്റ്റ്യൻസും കുറയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കുറേ കുട്ടികൾക്ക് ഈ സൊസൈറ്റി ഫേസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ഫേസ് ചെയ്യാൻ പാടായിരിക്കും. അപ്പം ഞാൻ പറയട്ടെ, കുട്ടികൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ബുദ്ധിയില്ലാത്ത കുട്ടികളോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത പിള്ളേരോ അങ്ങനെയൊന്നുമല്ല. യു ആർ എലിജിബിൾ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. നീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു സിമ്പിൾ കാര്യം, അല്ലെങ്കിൽ ഒരു ഫേസ് ഓഫ് ദ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നാൽ നിങ്ങൾക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. നിങ്ങൾ കുറച്ച് ബോൾഡായിട്ട് ഇപ്പോൾ ഒരാൾ ചോദിക്കും, കുറച്ച് ചൊറിയൊക്കെയുള്ള അമ്മായി അല്ലെങ്കിൽ അമ്മായിമ്മൻ ചെയ്യും, എന്താ മോളെ ഈ വട്ടവും കിട്ടിയില്ലേ, ഇത്ര പൈസയൊക്കെ കൊടുത്തിട്ടല്ലേ നീ പോയത്. അപ്പം തിരിച്ച് പറയാം, ഇല്ല ആൻറ്റി കിട്ടിയില്ല, അടുത്ത വട്ടം ഒന്നുകൂടി ട്രൈ ചെയ്യണം. നമ്മൾ കുറച്ച് ബോൾഡായിട്ട് പറയുമ്പോൾ തന്നെ ഓക്കെ, നമ്മുടെ ഡിസിഷൻ കോൺഫിഡൻ്റ് ആണ്, അവർക്ക് മനസ്സിലാവും. അതേ നമുക്കിപ്പോൾ ചെയ്യാവുള്ളൂ. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. ആ ഒരു സംഭവം മാത്രമേ. കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ റിസർച്ച് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഒരു കരിയർ പാത്ത് വേറെ തന്നെ ആയിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ആൻഡ് സങ്കടപ്പെടാതിരിക്കുക. വൺസ് അഗെയിൻ ക്രാക്ക് ചെയ്ത നീറ്റ് എലിജിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഹൈ മാർക്ക് മേടിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്തൊരു ടൈമാണ്. ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി കിട്ടുകയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി. സോ നിങ്ങൾ വൈസായിട്ട് ഡിസൈഡ് ചെയ്യുക. കുറച്ചുകൂടി ബോൾഡായിട്ട് കരച്ചിലൊക്കെ മാറ്റി വെച്ച് നല്ലപോലെ ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. ഇതൊരു ഒരു ലൈഫ് എന്താ പറയുക, ഒരു ഫിൽറ്റർ പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു ലൈഫിൻ്റെ ഫേസ് അത്ര തന്നെ, അങ്ങനെ തന്നെ മനസ്സിലാക്കുക. എല്ലാവരും എല്ലാത്തിലും എക്സലൻ്റ് ആവണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുക. കുറച്ച് നേരം ഇതൊക്കെ മറന്നിട്ട് കുറച്ചൊരു ട്രിപ്പ് പോവുകയോ അല്ലെങ്കിൽ ചുമ്മാ ചില്ല്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണർത്തുക, പ്രൊഡക്റ്റീവ് ആവാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ ചടഞ്ഞുകൂടി ബെഡിൽ മാത്രം ഇരിക്കാതിരിക്കുക. ഒക്കെ പുറത്തിറങ്ങിയ ആൾക്കാരൊക്കെ കണ്ട് സംസാരിച്ച് കുറച്ച് നല്ല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഒരു ബേസിക് വീഡിയോ കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ദിസ് വാസ് വെരി ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ തരുന്ന ഒരു വീഡിയോ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറയേണ്ട കാര്യം പറഞ്ഞു അത്ര തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് വരുമായിരിക്കും ചിലപ്പോൾ. നീ കൂടുതൽ സംസാരമൊന്നും വേണ്ട, നീ നിൻ്റെ വീട്ടുകാരുടെ പൈസ കൊണ്ടല്ലേ പഠിക്കുന്നേ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറ്റേ, എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ചേട്ടൻ വന്ന് എൻ്റെ വീട്ടിലേക്ക് പറയുന്ന ആൾക്കാർ വന്ന് എനിക്ക് പൈസ തരത്തില്ലല്ലോ പഠിക്കാൻ. എൻ്റെ വീട്ടുകാരിൽ എനിക്ക് തരത്തുള്ളൂ. അപ്പം തിരിച്ച് പേ ബാക്ക് ചെയ്യേണ്ട എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ ചെയ്തോളാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ മനസ്സിലാക്കുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.